നമസ്തേ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യോഗ അഭ്യാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാണായാമത്തെക്കുറിച്ചാണ്. ഉജ്ജായി പ്രാണായാമം. ഈ പ്രാണായാമത്തിൽ 2 പര്യായങ്ങളുണ്ട്. ഒന്ന് ദ വിക്ടോറിയസ് ബ്രീത്ത്, വിജയകരമായ ശ്വാസോച്ഛ്വാസം. 2ാം ജന്മം അല്ലെങ്കിൽ സെക്കൻഡ് ബർത്ത് എന്ന് ഇതിനെ വിളിക്കുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം? ഈ വാക്കിൻ്റെ അർത്ഥം തന്നെ ഉജ്ജായി സംസ്കൃത പദത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഉത്ത് എന്ന് പറഞ്ഞ ഉയർന്നു നിൽക്കുന്ന, ജയ് എന്ന് പറഞ്ഞ വിജയം എന്നീ വാക്കുകളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വിജയത്തിൻ്റെ ശ്വാസോച്ഛ്വാസം എന്ന അർത്ഥത്തിൽ വിളിക്കപ്പെടുന്നത്. മാരടത്തിൻ്റെ വികാസം ഉണ്ടാകുന്നത് ഇതിൽ കൂടി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പ്രാണായാമം ചെയ്യുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നെഞ്ച് വികസിക്കുകയും ഒരു യോദ്ധാവ് വിജയശ്രീലാളിതനായി നിൽക്കുന്നത് പോലെയുള്ള ആത്മവിശ്വാസവും തലയെടുപ്പും ശരീരത്തിന് നൽകുകയും ചെയ്യും. മനസ്സിന്മേലുള്ള വിജയം എന്താണെന്ന് നോക്കാം. ഉജ്ജായി പ്രാണായാമം ചെയ്യുമ്പോൾ തൊണ്ട നേരിയ രീതിയിൽ ചുരുക്കി സമുദ്രത്തിലെ തിരമാലകളുടെയോ ഉഷ്ണക്കാറ്റിൻ്റെയോ രൂപത്തിലുള്ള ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഇത് ശ്രദ്ധ ഏകാഗ്രമാക്കാനും മനസ്സിൻ്റെ അസ്വസ്ഥതകൾക്കും അലച്ചിലുകൾക്കും മേൽ വിജയം നേടാൻ സഹായിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിനെ 2ാം ജന്മം എന്ന് വിളിക്കുന്നത്? പ്രാണശക്തിയുടെ നവീകരണം. യോഗശാസ്ത്ര പ്രകാരം ഉജ്ജായി പ്രാണായാമം ശരീരത്തിലെ പ്രാണവായുവിൻ്റെ പ്രവാഹത്തെ ശുദ്ധീകരിക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യും. ഇത് ശരീരത്തിലെ കോശങ്ങൾക്കും അവയവങ്ങൾക്കും പുതിയ ഊർജം നൽകി വ്യക്തിക്ക് ഒരു പുതിയ ജന്മം കിട്ടിയതുപോലുള്ള അനുഭവവും ഉന്മേഷവും നൽകുന്നു. ആത്മീയ പുനർജന്മം. മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ശുദ്ധീകരിച്ച് മുൻപുള്ള നെഗറ്റീവ് ചിന്തകളിൽ നിന്ന്, മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും മുക്തി നൽകി കൂടുതൽ ആത്മീയമായ ഉണർവിലേക്ക് നയിക്കുന്നതിനാലാണ് ഇതിനെ ഒരു പുനർജന്മം അല്ലെങ്കിൽ 2ാം ജന്മം എന്ന് കണക്കാക്കപ്പെടുന്നു. വിഷാംശം പുറന്തള്ളുന്നു. ഉജ്ജായി ചെയ്യുമ്പോൾ ശരീരത്തിൽ ആന്തരികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് ശരീരത്തിന് പുതുജീവൻ നൽകുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ മനസ്സിനെയും ശരീരത്തെയും കീഴടക്കി പൂർണ്ണ വിജയം നേടാൻ സഹായിക്കുന്നത് കൊണ്ട് ഇതിന് വിക്ടോറിയസ് ശ്വസനം അല്ലെങ്കിൽ വിജയത്തിൻ്റെ ശ്വസനം എന്നും പുതിയ ഊർജവും വ്യക്തതയും നൽകി ജീവിതത്തെ നവീകരിക്കുന്നത് കൊണ്ട് 2ാം ജന്മം എന്നും വിശേഷിക്കപ്പെടുന്നു. നമാമീശമിശാന നിർവാണരൂപം വിഭും വ്യാപകം ബ്രഹ്മ